ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു മീൻ ഫ്രൈ ചെയ്താലോ? വലിയൊരു മീൻ കിട്ടി. അപ്പം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പം അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ? ഇതാ നമ്മൾ മുളക് പൊടി, പച്ചമുളക്, തക്കാളി, കുരുമുളക് പൊടി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി ഒരു കുഞ്ഞു തക്കാളി കേട്ടോ, അതാണ് ഞാൻ മുഴുവനോടെ ഇട്ട് കൊടുത്ത്, പിന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക് നമ്മൾ ഇപ്പോൾ കുറച്ച് കൂടുതൽ മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. നല്ല പേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ല വെണ്ണ പോലെയൊക്കെ അരച്ചെടുക്കുക നമ്മൾ പറയത്തില്ലേ, അതുപോലെ അരച്ചെടുക്കാം. പിന്നെ ഇതാ നമ്മുടെ മീൻ ഇവിടെ, ഈ മീനായിട്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നല്ല വലിയ മീനാണ്. അപ്പോൾ ഈ മീനിൻ്റെ പുറത്തോട്ട് ആ മസാലകളെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും മാറി മാറി മസാല നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാല കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലത്, കാരണം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് ആ മീനിൻ്റെ ഉള്ളിലും എല്ലാം നമ്മൾ തേച്ച് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കാണില്ല, പ്ലേറ്റിലും വലിയ മീനാണ്. അപ്പോൾ ഇതാ അതൊക്കെ നമ്മൾ മീൻ നമുക്ക് ഇത് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും മാറ്റി വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റും പോകത്തില്ല കേട്ടോ. അതാണ് ഈ മീനിൻ്റെ പ്രത്യേകത, ഈ മീനിൻ്റെ അല്ല ഈ മസാലയുടെ പ്രത്യേകത. അപ്പോൾ ഇതാ നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ വെച്ച്, പിന്നെ പിടിക്കാതിരിക്കാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഇളക്കി മീൻ ഇടുന്നതിൻ്റെ, അപ്പോൾ അത് ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇതാ നല്ല ഇളക്കി മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് മസാല ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി നെയ്യുള്ള മീനാണേ. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മളൊരു ചട്ടിയോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടേ തിരിച്ചു കൊടുക്കാവുള്ളൂ, കാരണം ഈ മീൻ തിരിഞ്ഞ് വരാനൊരു ഇച്ചിരി മടിയായിരുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെയോ തിരിച്ചിട്ടു. നമ്മളെല്ലാം ലാസ്റ്റ് ഞാൻ സുല്ലിട്ട് അമ്മയാണ് മീൻ തിരിച്ചിട്ടത്. അപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ട് സൈഡും മൊരിഞ്ഞ് വരട്ടെ. മൊഴിയത്തില്ല കേട്ടോ, ഈ ഒരു ഇതിലേ ഈ മീൻ ഇരിക്കത്തുള്ളൂ. അപ്പോൾ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു, ഞാൻ പറഞ്ഞില്ലേ മസാല മാറ്റി വെക്കണം, ആ മസാല നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മസാല ഇതിനെ മണ്ടയിലോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് സബോളയും തക്കാളിയും മല്ലിയിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് കുറച്ച് കഴിച്ച് നോക്കാം. ഒരു കുറച്ചെടുത്ത് ഇങ്ങനെ കഴിക്കണം. ആ മീൻ കണ്ടില്ലേ എന്ത് സോഫ്റ്റാണ്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് തക്കാളിയും കുറച്ച് സബോളയൊക്കെ എടുത്ത് ഇങ്ങനെ വായ വെച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. അടിപൊളി ടേസ്റ്റ് കേട്ടോ, മസ്റ്റ് ട്രൈ തന്നെയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.